നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. നമ്മളുടെ യുവാക്കളുടെയൊക്കെ വലിയ സ്വപ്നമാണ് ഇന്ത്യൻ ആർമിയിൽ ജോലി നേടുക എന്നുള്ളത്. അങ്ങനെ ഒട്ടനവധി ആളുകൾ കാത്തിരുന്ന നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ആർമി റിക്രൂട്ട്മെന്റ് ഓഫീസ് കാലിക്കറ്റിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ കണ്ണൂരിൽ വെച്ചിട്ട് ആർമി റിക്രൂട്ട്മെന്റ് റാലി സംഘടിപ്പിക്കുകയാണ്. 8, 10, 12 ക്ലാസ് എങ്കിലും മിനിമം വിദ്യാഭ്യാസ യോഗ്യതയുള്ള യുവാക്കൾക്കാണ് അപേക്ഷിക്കാനായിട്ട് കഴിയുക. മികച്ച ശമ്പളവും സേവന വ്യവസ്ഥയും ഒക്കെയുള്ള ഇന്ത്യൻ ആർമിയിൽ ജോലി നേടുവാനുള്ള ഈ അവസരം, ഇതുമായി ബന്ധപ്പെട്ട് അറിയേണ്ടതെല്ലാമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഇത് മനസ്സിലാക്കാൻ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ഈ വീഡിയോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതേപോലെയുള്ള തൊഴിൽ അവസരങ്ങൾ, കരിയർ അവസരങ്ങൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ആർമി റിക്രൂട്ട്മെന്റ് അവസരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം, +1 അല്ലെങ്കിൽ +2 സയൻസ് ഗ്രൂപ്പിൽ പഠിക്കുന്നവർക്ക് മാർച്ചിൽ നടക്കാൻ പോകുന്ന മെയിൻ എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുവാൻ അനുയോജ്യമായ, വളരെ കുറഞ്ഞ ചെലവിൽ പ്രിപ്പയർ ചെയ്യുവാൻ അനുയോജ്യമായ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ ലഭ്യമാണ്. SL ക്ലാസസ് എന്നതാണ് ഈ മൊബൈൽ ആപ്ലിക്കേഷൻ. ജാനുവരി, ഫെബ്രുവരി, മാർച്ച് പകുതി, അങ്ങനെ 2.5 മാസങ്ങൾ കൊണ്ട് ക്രാഷ് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ച് തീർക്കുന്ന വിധത്തിലാണ് ഇവര് ഈ ആപ്പ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. +1 അല്ലെങ്കിൽ +2 കംപ്ലീറ്റ് സിലബസ് ഈ ആപ്പിൽ ലഭ്യമാണ്. 15ഓളം വർഷങ്ങളായിട്ട് എൻട്രൻസ് കോച്ചിങ് രംഗത്ത്, അധ്യാപന രംഗത്ത് മികച്ച പ്രവൃത്തി പരിചയമുള്ള അധ്യാപകരാണ് ഈ ക്ലാസ്സുകൾക്ക് നേതൃത്വം നൽകുന്നത്. ഈ മൊബൈൽ ആപ്ലിക്കേഷന്റെ ഏറ്റവും വലിയ പ്രത്യേകത, 5 ദിവസം നിങ്ങൾക്ക് സൗജന്യമായിട്ട് ഇത് ഉപയോഗിക്കാം. ഉപയോഗിച്ച് തൃപ്തികരമാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്താൽ മതിയാകും. ഈ മൊബൈൽ ആപ്ലിക്കേഷനിൽ റെക്കോർഡഡ് ക്ലാസ്സുകൾക്ക് പുറമെ ഹാൻഡ് റിട്ടൺ നോട്ട്സ് PDF രൂപത്തിലും അതേപോലെ ഇവാലുവേഷൻസും എക്സാമിനേഷനുകളും ഒക്കെ ലഭ്യമാകും. +1 അല്ലെങ്കിൽ +2 മികച്ച മാർക്ക് നേടുവാനായിട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ നന്നായി പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു മികച്ച മാർഗമാണിത്. താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോയിൽ തന്നെ നൽകിയിരിക്കുന്ന നമ്പറിൽ SL ക്ലാസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. ഇന്ത്യൻ ആർമിയുടെ റിക്രൂട്ട്മെന്റ് ഇപ്പോൾ നടക്കുന്നത് കാലിക്കറ്റ് ആർമി റിക്രൂട്ട്മെന്റ് ഓഫീസിന്റെ ആഭിമുഖ്യത്തിലാണ്. കണ്ണൂരായിരിക്കും ഇത് നടക്കുക. എക്സാക്ട് ലൊക്കേഷന് അവരെ അഡ്മിറ്റ് കാർഡിനോടൊപ്പം അറിയിക്കുന്നതാണ്. അതേപോലെ ഇത് നടക്കാൻ സാധ്യതയുള്ളത് 2021 ഫെബ്രുവരി 20 മാർച്ച് 31 ഇടയിലായിരിക്കും. കൃത്യമായ ഡേറ്റും ഞങ്ങളുടെ അഡ്മിറ്റ് കാർഡിനോടൊപ്പം അറിയിക്കുന്നതാണ്. കേരളത്തിന്റെ വടക്കൻ 7 ജില്ലകളിലുള്ളവർക്കാണ് ഈ റിക്രൂട്ട്മെന്റിൽ പങ്കെടുക്കാനായിട്ട് അവസരം. തെക്കൻ ജില്ലകൾക്കുള്ള റിക്രൂട്ട്മെന്റ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട്, കാസർഗോഡ്, കണ്ണൂർ, മലപ്പുറം, പാലക്കാട്, തൃശൂർ, വയനാട്, അതേപോലെ മാഹിയും ലക്ഷദ്വീപ് എന്നീ യൂണിയൻ ടെറിട്ടറിയിലുള്ളവർക്കുമായിരിക്കും ഇപ്പോൾ ഈ കണ്ണൂരിൽ നടക്കുന്ന റിക്രൂട്ട്മെന്റിൽ പങ്കെടുക്കാനായിട്ട് കഴിയുക. ഓർക്കുക, 8ാം ക്ലാസ്, 10ാം ക്ലാസ്, 12ാം ക്ലാസ് മിനിമം യോഗ്യതയാണ് പല തസ്തികൾക്കും ഉള്ളത് എന്നത്. അതിനെക്കുറിച്ച് ഇനിയുള്ള സ്ലൈഡിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ഓർക്കുക, ഈ ആർമി റിക്രൂട്ട്മെന്റ് ഡ്രൈവിന് അപേക്ഷിക്കുവാനുള്ള എലിജിബിലിറ്റി പ്രായം ഞാൻ ഈ വീഡിയോയിൽ തന്നെ നൽകുന്നു. സോൾജർ ജനറൽ ഡ്യൂട്ടി എന്ന തസ്തികയിലേക്ക് 17.5 വയസ്സിനും 21 വയസ്സിനും ഇടയിലുള്ളവർക്കായിരിക്കും അപേക്ഷിക്കാൻ കഴിയുക. മറ്റ് എല്ലാ തസ്തികകളിലേക്കും 17.5 വയസ്സിനും 23 വയസ്സിനും ഇടയിലുള്ളവർക്ക് അപേക്ഷിക്കാം. ഓർക്കുക, പ്രായം കണക്ക് കൂട്ടുന്നത് 2020 ഒക്ടോബർ 1 എന്ന തീയതി വെച്ചിട്ടായിരിക്കും എന്നുള്ള കാര്യം. ഏറ്റവും മികച്ച സേവന വ്യവസ്ഥകളും വേതന വ്യവസ്ഥകളുമാണ് ഇന്ത്യൻ ആർമിയിൽ ലഭിക്കുക എന്നുള്ള കാര്യം അറിയുക. പെൻഷൻ പോലെയുള്ള ആനുകൂല്യങ്ങൾ, അല്ലെങ്കിൽ ചികിത്സാ സൗകര്യങ്ങൾ, അല്ലെങ്കിൽ സൗജന്യ യാത്ര തുടങ്ങി ക്യാൻറ്റീൻ, മിലിറ്ററി ക്യാൻറ്റീൻ വരെ ഒട്ടനവധി ആനുകൂല്യങ്ങൾ ഈ ജോലിയുടെ ഭാഗമാണ് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക. ഓരോ തസ്തികയിലേക്കുമുള്ള ക്വാളിഫിക്കേഷൻ ഈ വീഡിയോയിൽ നൽകുന്നു. ഓർക്കുക, സോൾജിയർ ജനറൽ ഡ്യൂട്ടി എന്ന തസ്തികയിലേക്ക് 10ാം ക്ലാസ് പാസ്സായിട്ടുള്ളവർക്ക് അപേക്ഷിക്കാം. സോൾജിയർ ക്ലർക്ക് എന്ന തസ്തികയിലേക്ക് 12ാം ക്ലാസ് ആണ് മിനിമം യോഗ്യത. അതോടൊപ്പം ചില മാർക്ക് ക്രൈറ്റീരിയ കൂടിയുണ്ട്. അതൊക്കെ ഞാൻ വീഡിയോയിൽ നൽകുന്നത് ശ്രദ്ധിക്കുക. സോൾജിയർ ടെക്നിക്കൽ എന്ന തസ്തികയിലേക്ക് 12ാം ക്ലാസ്, അത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് സ്ട്രീമിൽ പഠിച്ചിരിക്കണമെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. സോൾജിയർ നേഴ്സിംഗ് അസിസ്റ്റന്റ് എന്ന തസ്തികയിലേക്ക് 12ാം ക്ലാസ് തന്നെ,
അത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി സ്ട്രീമിൽ പഠിച്ചിരിക്കണമെന്നും പ്രത്യേകം മാർക്ക് നേടിയിരിക്കണമെന്നും ഒക്കെ സൂചിപ്പിക്കുന്നുണ്ട്. സോൾജിയർ ട്രേഡ്സ്മാൻ എന്ന തസ്തികയിലേക്ക് 8ാം ക്ലാസ് അല്ലെങ്കിൽ 10ാം ക്ലാസ് കഴിഞ്ഞവർക്കൊക്കെ അപേക്ഷിക്കാനായിട്ട് കഴിയും. ഓർക്കുക, ചില ഫിസിക്കൽ റിക്വയർമെന്റും ഈ തസ്തികയിലേക്ക് ആവശ്യമാണ് എന്നുള്ള കാര്യം. ഹൈറ്റ് 162 സെന്റിമീറ്റർ എങ്കിലും കാണണം. എന്നാൽ സോൾജിയർ, ജനറൽ ഡ്യൂട്ടി, അതേപോലെ ട്രേഡ്സ്മാൻ പോസ്റ്റുകളിലേക്ക് 166 സെന്റിമീറ്റർ ഹൈറ്റും, അതേപോലെ സോൾജിയർ ടെക്നിക്കൽ ആൻഡ് നേഴ്സിംഗ് അസിസ്റ്റന്റ് പോസ്റ്റുകളിലേക്ക് 165 സെന്റിമീറ്റർ ഹൈറ്റും കാണണമെന്ന് പ്രത്യേകം സൂചിപ്പിക്കുന്നുണ്ട്. ചെസ്റ്റ് 76 സെന്റിമീറ്റർ ആയിരിക്കണം സോൾജിയർ ട്രേഡ്സ്മാൻ എന്ന തസ്തികയിലേക്കും. മറ്റ് തസ്തികകളിലേക്ക് 77 സെന്റിമീറ്ററും കാണണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. 5 സെന്റിമീറ്റർ എക്സ്പാൻഷൻ സാധ്യമാകണം. അതേപോലെ വെയിറ്റ് 50 കിലോ എങ്കിലും മിനിമം കണ്ടിരിക്കണം എന്നും പ്രത്യേകം ഇവര് സൂചിപ്പിക്കുന്നുണ്ട്. എങ്ങനെയായിരിക്കും ഇതിന്റെ സെലക്ഷൻ നടത്തുക? ആദ്യം റിക്രൂട്ട്മെന്റ് റാലിയിൽ നിങ്ങളുടെ ഫിസിക്കൽ മെഷർമെന്റ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതായത് ഹൈറ്റ്, വെയിസ്റ്റ്, നെഞ്ചളവ്, ചെസ്റ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഫിസിക്കൽ മെഷർമെന്റ് ടെസ്റ്റിൽ നടക്കുക. അതേപോലെ ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് ഇതിന്റെ ഭാഗമാണ്. 4 പ്രോസസ്സുകളാണ് ഇതിന്റെ ഭാഗമായിട്ടുള്ളത്. ഒന്ന്, ഒരു റണ്ണാണ്, 1.6 കിലോമീറ്റർ, ഒരു 1600 മീറ്റർ ഓട്ടമാണ്. അത് അവർ പറയുന്ന ഒരു സമയമുണ്ട്, 5 മിനിറ്റ് 45 സെക്കൻഡിന് മുൻപായിട്ട് അവർ പറയുന്ന ഒരു സമയത്തിൽ ഫിനിഷ് ചെയ്താൽ നിങ്ങൾക്ക് ഫിനിഷ് ചെയ്യാൻ എടുത്ത സമയം അനുസരിച്ച് മാർക്ക് ലഭ്യമാകും. അതേപോലെ പുള്ളപ്പുകൾ, ബീമിലുള്ള പുള്ളപ്പുകൾ എടുക്കണം. അത് 6 മുതൽ 10 പുള്ളപ്പുകൾ വരെ എടുക്കണം. അത് എടുക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് മാർക്കുകൾ ലഭ്യമാകും. അതേപോലെ കുഴിച്ചാട്ടം, 9 ഫീറ്റ് ഡിച്ച് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോസസ് ഉണ്ട്. അതേപോലെ 6 ആക്ക് റണ്ണ് ഉണ്ട്. 6 ആക്ക് ആയിട്ട് റൺ ചെയ്ത് കാണിക്കേണ്ടതായിട്ട് വരും. ഇതൊക്കെയാണ് ഫിസിക്കൽ ടെസ്റ്റ് നടത്തുക. അതേപോലെ മെഡിക്കൽ ടെസ്റ്റും ഈ ആർമി റിക്രൂട്ട്മെന്റ് റാലി നടത്തുന്നതായിരിക്കും. അവിടെ അൺഫിറ്റ് ആകുന്നവരെ അവരെ മെഡിക്കൽ മിലിറ്ററി ഹോസ്പിറ്റലുകളിലേക്ക് വിട്ട് വീണ്ടും ടെസ്റ്റ് നടത്തുന്നതാണ്. ഇതൊക്കെ നിങ്ങൾ ക്ലിയർ ചെയ്താൽ നിങ്ങൾക്ക് ഒരു റിട്ടൺ ടെസ്റ്റ് ഉണ്ടായിരിക്കും. കോമൺ എൻട്രൻസ് ടെസ്റ്റ് ആയിരിക്കും. ഇതിനെ പ്രിപ്പയർ ചെയ്യാനുള്ള പുസ്തകങ്ങളൊക്കെ ലഭ്യമാണ്. അതും പാസ്സാകുന്നവർക്കായിരിക്കും ഈ ആർമിയിൽ ജോലി ലഭിക്കുക എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓർക്കുക, ഈ ആർമി റിക്രൂട്ട്മെന്റ് റാലിയുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട മുഴുവൻ കാര്യങ്ങളും ഞാൻ മറ്റൊരു വീഡിയോയിൽ നൽകിയിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഐ ബട്ടണിൽ നൽകിയിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഈ റിക്രൂട്ട്മെന്റ് റാലിക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി 2021 ഫെബ്രുവരി 2 എന്നുള്ള കാര്യം മറക്കല്ല്. ഇപ്പോഴത്തെ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് 20-ാം തീയതി ഫെബ്രുവരി മുതൽ മാർച്ച് 31-നകമായിരിക്കും റിക്രൂട്ട്മെന്റ് നടക്കുക. കൃത്യമായ ഡേറ്റ് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ നിങ്ങളെ അറിയിക്കുന്നതാണ്. അതേപോലെ കണ്ണൂര് നടക്കുന്ന ലൊക്കേഷനും അഡ്മിറ്റ് കാർഡിൽ നൽകുന്നതാണ്. റിക്രൂട്ട്മെന്റ് റാലിക്ക് ഒരാഴ്ച മുമ്പായിരിക്കും നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ലഭിക്കുക. താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോയിൽ നൽകിയിരിക്കുന്ന joinindianarmy.nic.in എന്ന വെബ്സൈറ്റിൽ പോയിട്ട് ഓൺലൈനായിട്ട് തന്നെ അപേക്ഷിക്കാനായിട്ട് കഴിയും. ഓർക്കുക, ഈ വെബ്സൈറ്റിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്താൽ ഓരോ റിക്രൂട്ട്മെന്റ് റാലി വരുമ്പോഴും അതിന് നിങ്ങൾക്ക് എലിജിബിൾ ആണോ എന്നൊക്കെ അറിയുവാനുള്ള ഒരു ഫീച്ചർ അതിനകത്തുണ്ട്. അത് മനസ്സിലാക്കി നിങ്ങൾ എലിജിബിൾ ആയിട്ടുള്ള കൂടുതൽ ആർമി അവസരങ്ങൾക്കൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. അങ്ങനെ ഒരു മികച്ച ഫീച്ചർ ഈ സൈറ്റിലുണ്ട് എന്നുള്ള കാര്യം ഓർക്കുക. സർവീസ് ബിഫോർ സെൽഫ്, തന്നേക്കാൾ സേവനത്തിന് പ്രാധാന്യം നൽകണം എന്ന മോട്ടോയോടെ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ആർമിയിൽ മികച്ച വേതനത്തോടെ മികച്ച സേവന വ്യവസ്ഥയിൽ ജോലി ചെയ്യുവാനായിട്ടുള്ള മികച്ച അവസരമാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. ഓർക്കുക, ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ആയിരിക്കും നിങ്ങളുടെ ജോബ് ലൊക്കേഷൻ എന്നുള്ള കാര്യം. ഈ അവസരം ഉപയോഗപ്പെടുത്തുവാൻ താല്പര്യമുള്ളവർ ഈ വെബ്സൈറ്റിൽ പോയി കൃത്യമായ വിവരങ്ങൾ മനസ്സിലാക്കി ഓൺലൈനായിട്ട് തന്നെ അപേക്ഷിക്കുക. എനിക്കറിയാവുന്ന കാര്യങ്ങൾ സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഏതായാലും ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. ഈ വീഡിയോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനായിട്ട് ഈ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് എന്ന റെഡ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷമുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ഇതേപോലെയുള്ള വീഡിയോകൾ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്യും. അതൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. എൻ്റെ വാട്സാപ്പ് അല്ലെ ടെലിഗ്രാം ജോബ്സ് ഗ്രൂപ്പിൽ പോയി അല്ലെങ്കിൽ എൻ്റെ ജോബ് സൈറ്റ് jobsbridge.com പോയി ജോലി ചേടാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതിൻ്റെ ഒക്കെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി നിങ്ങൾക്ക് നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.